ഹലോ, രാവിലെ തന്നെ നമ്മൾ ചായ ആയിട്ട് പതുക്കി വന്നിരിക്കുകയാണ്. വാവയും നമ്മുടെ ഒപ്പം എണീറ്റിരിപ്പുണ്ട്. പിന്നെ ഞാനും വിചാരിച്ചു എണീറ്റോട്ടെ. ഇപ്പം എണീറ്റതിന് ഇച്ചിരി കഴിയുമ്പോൾ കളിച്ചൊക്കെ കഴിഞ്ഞ് വിശപ്പൊക്കെ മാറി കിടന്നുറങ്ങിക്കോളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാവേനെയും കൂടി പതുക്കെ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ വാവയും കുഞ്ഞൊരു ടോയ് ഉണ്ട്, അതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണേ. ഇനി കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് കിടത്തിയിട്ട് വേണം നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അടുക്കളയിലേക്ക് വന്ന് നമ്മൾ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടുപോയി. അതിനുശേഷം നമുക്ക് ഇന്നലെ തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൂ ഉണ്ടാക്കാനുള്ള. അപ്പോൾ അമ്മ രാവിലെ സ്റ്റൂ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം. നമ്മൾ ഈ കഷ്ണങ്ങളിലേക്ക് കുരുമുളക്, പട്ട, ഗ്രാമ്പു അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം തലേ ദിവസം തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കട്ടാക്കി വെക്കും. രാവിലെ ആകുമ്പോൾ വാവയും കൂടെ ഉള്ളതുകൊണ്ട് പാടാണ്. വാവ അമ്മേനെ കാണുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോകണം, എന്നെ കാണുമ്പോൾ എൻ്റെ അടുത്തേക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ തലേ ദിവസം തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഇനി നമുക്കിത് അരച്ച് തേങ്ങാപ്പാൽ എടുക്കാവേ. അമ്മ തേങ്ങയൊക്കെ അരച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വാവ എണീറ്റ് ബഹളായതുകൊണ്ടാണ് രാവിലത്തെ ഫുഡാവാൻ വൈകിയത് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ തന്നെ സൺഡേയിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെക്കും. കാരണം എല്ലാവരും വിശന്നിട്ടായിരിക്കും എണീറ്റ് വരുന്നത്. അമ്മ ഇത് ചെയ്യുമ്പോൾ ഞാൻ വാവേനായിട്ട് എടുത്ത് അടുക്കളയിൽ വന്ന് നിൽക്കുക. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാം, വാവയ്ക്ക് ഇതൊക്കെ കാണുകയും ചെയ്യാം. അപ്പോൾ വാവയ്ക്ക് വാവയുടെ സമയം പോകും. വാവേനെ ഒറ്റയ്ക്ക് താഴെ കളിക്കാൻ കിടത്തിയ വാവ ഇരിക്കത്തില്ല, കരഞ്ഞറിഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഇതാകുമ്പോൾ വാവയ്ക്ക് അടുക്കളയിൽ നമ്മൾ എന്താ എടുക്കണേ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ ഒരാൾ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കണം എന്നേ ഉള്ളൂ വാവയ്ക്ക്. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പിലയും കൂടി കഴുകി എടുത്ത് വെക്കാം. പിന്നെ കുക്കർ ഇനി അടച്ചു വെച്ച് വിസിലും കൂടി വെക്കാവേ. ഒരു വിസിലൊക്കെ ആകുമ്പോഴേക്കും റെഡിയാവും. പിന്നെ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം. എന്നാലും കുറച്ചും കൂടി വേകാനുണ്ട് ചോറ്. പിന്നെ അപ്പത്തിന് നമ്മൾ മാവ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. എന്നാലും നമ്മളിത് അരച്ച മാവല്ല കേട്ടോ അപ്പത്തിൻ്റെ, നമ്മളൊരു പൊടി വെച്ച് ഇതാക്കി എടുത്താണ്. തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ പൊടി വാങ്ങാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് അപ്പം എത്രത്തോളം ശരിയാവുമെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ആദ്യമായിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്യണത്. കുക്കറിൽ നിന്ന് നമ്മൾ വേവിച്ച കഷ്ണങ്ങൾ ഇത്തിരി കൂടി സ്പേസുള്ള പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടോ. ഇനി നമുക്കൊരു റൈസ് പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഇച്ചിരി പാത്രത്തിൽ ഇട്ട് കൊടുക്കാവേ. അതിനുശേഷം 1-ാം പാലും കൂടി ഒഴിച്ച് നല്ലപോലെ കട്ടിയില്ലാതെ ഇളക്കിയെടുക്കാവേ. ഇതെന്തിനെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയായിട്ട് കിട്ടാനാണ് നമുക്ക് സ്റ്റൂ. ഇനി നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വെച്ചേക്കണം സ്റ്റൂവിൻ്റെ കഷ്ണങ്ങളിലേക്ക് നമുക്ക് 3-ാം പാൽ ഒഴിച്ച് കൊടുക്കാവേ ആദ്യം. അത് പയ്യെ അവിടെ ഇരുന്ന് ചെറുതായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചല്ലോ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കാവേ. നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇവിടെ എല്ലാവർക്കും അപ്പത്തിൻ്റെ കൂടെ സ്റ്റൂ കഴിക്കാനാട്ടോ ഇഷ്ടം. എനിക്ക് മാത്രം അപ്പത്തിൻ്റെ കൂടെ കടലക്കറി കഴിക്കാനാട്ടോ ഇഷ്ടം. പക്ഷേ ഇപ്പം നമ്മൾ സ്റ്റൂ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റൂ ഉണ്ടാക്കിയാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി എന്തായാലും വെജിറ്റബിൾസ് വേവിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വാവക്കും കൂടിയുള്ള വെജിറ്റബിൾസ് വേവിക്കും. അപ്പം നമുക്ക് വാവക്ക് കൊടുക്കാമല്ലോ. ഒരു കുഞ്ഞ് പാത്രം അടുപ്പത്തേക്ക് വെക്കണേ. കശുവണ്ടി, മുന്തിരി ഇതൊക്കെ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാനാണ്, സ്റ്റൂവിൻ്റെ കൂടെ ഇടാനാട്ടോ. ഇനി നമ്മൾ ആദ്യം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് അത്യാവശ്യം പൊങ്ങി വരുന്ന സമയമാകുമ്പോൾ അത് കോരി മാറ്റി നമുക്ക് കശുവണ്ടിയും കൂടി ഇതിലേക്കിട്ട് വറുത്തെടുക്കണം കേട്ടോ. കശുവണ്ടി മുന്തിരിയും മാത്രമേ നമ്മൾ നെയ്യിലിട്ട് വറുക്കുന്നുള്ളൂ കേട്ടോ. വേപ്പില ഇതൊന്നും നമുക്ക് നെയ്യിലിട്ട് വറുക്കാനുള്ളതല്ല, നേരിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. സ്റ്റൂവിലേക്ക് നമ്മൾ ഇതുപോലെ കശുവണ്ടി, മുന്തിരി ഇതൊക്കെ വറുത്തിട്ട് കഴിഞ്ഞാൽ സ്റ്റൂവിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ കഴിക്കാനാണ് താല്പര്യം. അഥവാ ഇതില്ലെങ്കിൽ നമ്മൾ ഇടാറുമില്ല. സാധാ രീതിയിൽ ഇതുപോലെ തന്നെ സ്റ്റൂ ഉണ്ടാക്കി സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ ചെയ്യണത്. ഇന്ന് നമ്മൾ ഉച്ചക്ക് ബിരിയാണി ആക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കശുവണ്ടി, മുന്തിരി എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ കൂടുതലും ഇതിൽ വറുത്തിട്ടത് നമ്മൾ. സ്റ്റൂ ഒക്കെ നല്ല ഭംഗിയായിട്ട് ആയിക്കിട്ടി കേട്ടോ. പക്ഷേ അപ്പത്തിൻ്റെ മാവ് നമ്മൾ അരയ്ക്കാത്തതായതുകൊണ്ട് പുറത്തുനിന്ന് മേടിച്ച് മിക്സ് ചെയ്തതല്ലേ, എത്രത്തോളം അപ്പം റെഡിയാക്കി കിട്ടുമെന്ന് അറിയത്തില്ല, അപ്പം ആവുമെന്നും അറിയത്തില്ല കേട്ടോ. സ്റ്റൂവിൻ്റെ പരിപാടി റെഡി ആയതുകൊണ്ട് തന്നെ നമുക്കിനി നേരെ അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പമൊക്കെ ഒഴിച്ച് കൊടുത്തു. ആദ്യമൊക്കെ നമ്മൾ രാവിലെ കഴിക്കാനുള്ള അപ്പമൊക്കെ ആക്കിയെടുത്തിട്ടാണ്. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഉണ്ടാക്കാൻ നോക്കിയിട്ട് അപ്പത്തിൻ്റെ ചട്ടി പിടിക്കുന്നുണ്ടായില്ല. പിന്നെ അപ്പത്തിൻ്റെ മാവ് വെച്ച് ദോശക്കല്ലിൽ ദോശയായിട്ട് ചുടേണ്ടി വന്നു കേട്ടോ. അപ്പമൊക്കെ ആക്കി കേട്ടോ. ഇനി നമുക്ക് സ്റ്റൂവും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. സൺഡേ ആയതുകൊണ്ട് തന്നെ
എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും രാവിലെ ഒരുമിച്ച് നിന്നാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്. ഞാനിത് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ വാവക്കും ചെറുതായിട്ട് വായി വെച്ച് കൊടുക്കും കേട്ടോ. അപ്പമൊക്കെ കൊടുക്കും, സ്റ്റൂവും കൊടുക്കും. അതിൽ പിന്നെ വേവിച്ച കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും കൊടുക്കും. അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് ഞാൻ വാവക്ക് വേവിച്ച ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇതൊക്കെ കൊടുത്തു. അതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അലക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ പൊക്കത്തെ വീട്ടിൽ കൊണ്ട് വിരിക്കാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ നേരെ തുണി സാധനങ്ങളൊക്കെ ആയിട്ട് പൊക്കത്തെ വീട്ടിൽ വന്ന് അതൊക്കെ വിരിച്ചിട്ടു. ഈ ഒരു സൈഡിൽ ഇത്രയും വിരിച്ചു. പിന്നെ താഴെ വേറൊരു സൈഡും കൂടി ഉണ്ടായിരുന്നു. ഒരു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾ വിരിച്ചിട്ടു കേട്ടോ. ഇതാകുമ്പോൾ പയ്യെ ഇവിടെ കിടന്ന് വിരിച്ചിട്ട പയ്യാണെങ്കിൽ ഉണങ്ങി കിട്ടിക്കോളും. തുണിയൊക്കെ വിരിച്ച് നമ്മുടെ ബക്കറ്റൊക്കെ കാലിയായി. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് നേരത്തെ വിരിച്ചിട്ട തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബക്കറ്റിൽ തന്നെ ഇട്ട് തിരിച്ചു കൊണ്ടുപോകാമെന്ന്. അപ്പോൾ ഞാൻ ബക്കറ്റ് ഒന്ന് ആദ്യം ചെറുതായിട്ട് തുടച്ചിട്ട് നമ്മൾ ഉണങ്ങിയ തുണിയൊക്കെ ഇതിലേക്ക് വെച്ചു കേട്ടോ. ഇപ്പോൾ നിലവിൽ മഴയില്ല. മഴ പെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഓടി വീട്ടിലേക്ക് പോകണം, ഇല്ലെങ്കിൽ പിന്നെ നനയും ഞാൻ. അപ്പോൾ നമ്മൾ തുണിയൊക്കെ ആക്കി നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് പൊക്കത്തുനിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ഇത്. കുളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല രസമാണ് കാണാൻ. മഴ വീണതിന് മുമ്പ് എനിക്ക് ഓടി വീട്ടിൽ ചെല്ലണം. ഇന്നിപ്പോൾ ഉച്ചക്ക് കഴിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയാണ് കേട്ടോ. അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ അമ്മ അങ്ങോട്ടേക്കാണ് ബിരിയാണി ആക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കും ഒരു നേരം കഴിക്കാനുള്ളതുണ്ട്, ബാലൻസ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ വേഗം ഓടി വീട്ടിലേക്ക് എന്നാലേ ബിരിയാണി കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ബിരിയാണിയൊക്കെ പാക്കാക്കി കൊണ്ടുപോകാനായിട്ട്. ഇനി നമുക്കും അമ്മ പാക്കാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ എടുത്ത്. ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിക്കാനുള്ളത് എടുത്തു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം കുളിച്ച് റെഡിയായിട്ട് പുറത്തേക്ക് പോകാനാണ് കേട്ടോ. നമ്മൾ ഫിലിമിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ടിക്കറ്റൊന്നും ബുക്കാക്കിയിട്ടില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് നേരിട്ട് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാവേ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് റെഡിയാണ് വീഡിയോ ഒന്നും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാവ എണീറ്റ് വന്നു. പിന്നെ വാവയുടെ കാര്യങ്ങളൊക്കെ നോക്കി വന്നപ്പോൾ ഏകദേശം ഒരു സമയമായി. വൈകി. അതുകൊണ്ട് നമ്മൾ ധൃതി പിടിച്ചാട്ടോ പോകുന്നത്. പോരാത്തതിന് നല്ല മഴയും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫിലിമിന് കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ഇനി നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റൊക്കെ എടുക്കണം. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്ത് പോകാനായിട്ടായിരുന്നു. കാരണം കറക്റ്റ് സമയത്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ പാടല്ലേ. അപ്പം നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഇനി നമ്മൾ ഫിലിമിന് കയറാൻ പോവുകയാണ്. ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കാണാം. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മൾ കാണാൻ പോകുന്ന സിനിമ കൽക്കിയാണ്. കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാവേ. നമ്മൾ ഫിലിമൊക്കെ കണ്ടിറങ്ങി കേട്ടോ. നല്ല പടമായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.